ഹലോ കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹെൽമെറ്റിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഹെൽമെറ്റുകളെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി, ഞാൻ സാധാരണക്കാരനാണ്, അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും വില കുറഞ്ഞ സാധാരണപ്പെട്ട നല്ല ഹെൽമെറ്റ് അതിനെപ്പറ്റി പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് വേഗയുടെ ഒരു ഹെൽമെറ്റാണ്, വേഗയുടെ ഓഫ് റോഡിങ് ഹെൽമെറ്റാണ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓഫ് റോഡിങ് ഹെൽമെറ്റാണ്. ഇതിന് വൈറ്റ് ഗ്ലാസ് വരുന്നുണ്ട്. ഇതിനകത്തെ കുഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യാം. നമുക്ക് അഴുക്കൊക്കെ ആയി കഴിഞ്ഞാലും കഴുകി വൃത്തിയാക്കി പിന്നെയും തിരിച്ച് രണ്ടാമതിനകത്ത് ഇടാം. എയർ വിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 2000 രൂപ അടുപ്പിച്ച് ഇതിന് വിലയുള്ളൂ. അതായത് ഒരു 1800 രൂപ റേഞ്ചാണ് ഇതിൻ്റെ വില വരുന്നത്. ആ വിലയിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹെൽമെറ്റാണ്, ഓഫ് റോഡിങ് ഹെൽമെറ്റാണ് വേഗയുടെ ഈ ഹെൽമെറ്റ്. മച്ചന്മാരെ, അടുത്ത ഹെൽമെറ്റാണ് സ്റ്റഡിൻ്റെ തണ്ടർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് കുറേ പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലുക്കും, അതായത് പ്രീമിയം ക്ലാസ് ഒരു ലുക്ക് തരുന്നുണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ഈ കുഷൻ, അകത്ത് വരുന്ന കുഷൻ നമ്മുടെ ഈ പുതിയ ഹെൽമെറ്റ്, നല്ല ഹെൽമെറ്റിലൊക്കെ വരുന്ന പോലെ, പ്രീമിയം ഹെൽമെറ്റിൽ വരുന്ന പോലെ നല്ലൊരു കുഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് റിമൂവബിളാണ്. ഇത് നമുക്ക് അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് തിരിച്ചിടാൻ പറ്റുന്നൊരു ഹെൽമെറ്റാണ്. പിന്നെ ഇതിൻ്റെ വൈസർ വരുന്നത് ഇങ്ങനെ തിളങ്ങുന്നൊരു വൈസറാണ്. അതുകൊണ്ട് തന്നെ ഇത് നൈറ്റ് യൂസിന് പാടായിരിക്കും. അടുത്ത കമ്പനി എന്ന് പറഞ്ഞാൽ സ്റ്റെൽബേഡ്. ഇതിൻ്റെ നല്ല പ്രത്യേകതയുള്ളൊരു ഹെൽമെറ്റാണ്. അതായത് 1800 രൂപ റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയും നല്ല ലുക്കും തരുന്നൊരു ഹെൽമെറ്റാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിന് 2 വൈസർ വരുന്നുണ്ട്. അതായത് 2 വൈസർ എന്ന് വെച്ചാൽ ബ്ലാക്ക് വരുന്നുണ്ട്, ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ വൈറ്റ്, നമുക്ക് നൈറ്റ് കാണുന്ന പോലുള്ള വെക്കുകയും ചെയ്യാം. പക്ഷേ ഇത് ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ബ്ലാക്ക് വേഷനാണ്. നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് തുറന്ന് വെച്ചിട്ട് ഓടിക്കേണ്ടി വരും. അത്യാവശ്യം നല്ല കുഷനും കാര്യങ്ങളുണ്ട്. ഇതും റിമൂവബിളാണ്. അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വെക്കാം. എയർ വിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ വേറൊരു കളർ വേരിയൻ്റ് വരുന്നുണ്ട്. ഇതിനും ഏകദേശം 1800 രൂപ റേഞ്ച് വരുന്നതാണ്. ബ്ലാക്ക് വൈസർ തന്നെയാണ് വരുന്നത്. എയർ വിൻഡ് ഫ്രണ്ടിലുണ്ട്, മുകളിലുണ്ട്, ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൻ്റെ പേര് വരുന്നത് R2K എയർ എന്നാണ് അതിൻ്റെ പേര്. കൂട്ടുകാരെ, നമ്മുടെ 1800 2000 റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് കിട്ടുന്ന 4 ഹെൽമെറ്റാണ് ഇത്. സ്റ്റഡ്, വേഗ, സ്റ്റെൽബേഡ്. ഈ 3 കമ്പനികളുടെയാണ് നമ്മുടെ ബഡ്ജറ്റ് റേഞ്ചിൽ, അതായത് 2000 രൂപയ്ക്കകത്ത് വരുന്നതിൽ ഏറ്റവും നല്ല ഹെൽമെറ്റുകൾ ഇറക്കുന്ന കമ്പനികളാണ്. പിന്നെ വരുന്നുണ്ട് സ്റ്റെൽബേഡിൻ്റെ തന്നെ ഒരു ഹെൽമെറ്റ് വരുന്നുണ്ട്. 1000 രൂപ താഴെ വരുന്ന നോർമൽ ഹെൽമെറ്റാണ്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ കൂടെ കിട്ടുന്ന ഹെൽമെറ്റിൻ്റെ ഒരു കോപ്പി വേഷനാണ്, ഒറിജിനൽ അല്ല. എന്നാലും 1000 രൂപ താഴെ വരുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ബിൽഡുമാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹെൽമെറ്റാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, കാരണം ഇത് ഹാഫ് ഫേസ് ആണ് വരുന്നത്. ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് താടിക്ക് പ്രൊട്ടക്ഷൻ തരുന്നില്ല. ഞാനതൊന്ന് വെച്ച് കാണിക്കാം. ഇത് താടിക്ക് പ്രൊട്ടക്ഷൻ തരുന്നില്ല. നമ്മൾ ബൈക്കിന് എങ്ങാനും പോയിട്ട് എന്തെങ്കിലും പറ്റി വീഴുകയോ ആക്സിഡൻറ്റ് പറ്റുകയോ ചെയ്താൽ നമുക്ക് തലയ്ക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും താടിക്ക്, മുഖത്തിന്, മൂക്കിന് ഇതിനൊന്നും ഇതിന് പ്രൊട്ടക്ഷൻ തരുന്നില്ല. അപ്പോൾ ഈ ഹെൽമെറ്റ് യൂസ് ചെയ്യണമെന്ന് ഞാൻ ആരും കൂടെ റെക്കമെൻഡ് ചെയ്യത്തില്ല കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ഒരിക്കലും ഹാഫ് ഫേസ് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് തലയ്ക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെങ്കിലും നമ്മുടെ താടിയെല്ലിനെ ഒന്നും പ്രൊട്ടക്ഷൻ തരുന്നില്ല. മാക്സിമം എല്ലാ കൂട്ടുകാരും, ഒരു 160 cc താഴെ വണ്ടി ഓടിക്കുന്ന എല്ലാ കൂട്ടുകാരും നോർമലി ഈ ബഡ്ജറ്റ് റേഞ്ചായിട്ടുള്ള 2000 രൂപ ബഡ്ജറ്റ് വരുന്ന ഈ മോഡൽ ഹെൽമെറ്റുകൾ യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും കൂട്ടുകാരെ. അപ്പം ഒരു 250 cc മുകളിൽ അല്ലെങ്കിൽ 200 cc മുകളിലുള്ള ബൈക്കുകളും ഓടിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് ഈ മോഡൽ ഹെൽമെറ്റ്
വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് വരുന്നത്. കാരണം അതൊരു എങ്ങനെ പോലെ ഒരു 70-80 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്ന വണ്ടിയായിരിക്കും. അതിൽ കൂടുതൽ സ്പീഡിലും പോകുന്ന കൂട്ടുകാരന്മാരോട് ഞാനും ഓടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 200 cc മേലെയുള്ള കൂട്ടുകാർ നല്ല കമ്പനികളുടെ, അതായത് SMK ഉണ്ട്, LS2 ഉണ്ട്, അങ്ങനെയുള്ള ബ്രാൻഡഡായിട്ടുള്ള ഹെൽമെറ്റ് വാങ്ങി വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഹെൽമെറ്റാണ്. ഇത് ഒരു 2000 രൂപ റേഞ്ച് വരുന്നുണ്ട് തന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷനും അത്രേ വരുള്ളൂ. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ചിന്നും മൗണ്ടും എല്ലാം ഈ കുഷനും കാര്യങ്ങളൊക്കെ വലിയ ഇതൊന്നുമില്ല. ഒരു 160 cc താഴെ ഓടിക്കുന്ന വണ്ടിയിൽ മാത്രം പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലുള്ള ഹെൽമെറ്റാണ് ഈ മോഡലുകൾ എല്ലാം. ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ റോഡരികിൽ നിന്ന് കിട്ടുന്ന, അതായത് വഴിയോരത്തു നിന്ന് കിട്ടുന്ന ഹെൽമെറ്റ് മാക്സിമം വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. ഒരു 500 തൊട്ടുള്ള ഹെൽമെറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ഒരുപാട് പേര് വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒറ്റ അടിക്കുക അല്ലെങ്കിൽ ഒറ്റ വീഴ്ചയിൽ പൊട്ടി തകർന്നു പോകും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ISA-മാർക്കുള്ള ഹെൽമെറ്റുകൾ എങ്ങനെ പ്രൊട്ടക്ഷൻ തരുന്നു. അപ്പം ഞാൻ ഈ കൂടം വെച്ചിട്ട് 2 ഹെൽമെറ്റ് തല്ലി പൊട്ടിച്ച് നോക്കാം, എങ്ങനെ അത് പൊട്ടുമോ ഇല്ലയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ISA-മാർക്കുള്ള ഹെൽമെറ്റ് നമുക്ക് തല്ലി പൊട്ടിച്ച് നോക്കാം. നമുക്ക് നല്ല വെയിറ്റുള്ളൊരു ഹാമറാണ്, ഇതുകൊണ്ട് നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഇരിക്കുമെന്ന്. ഇതുവരെ നമുക്ക് തല്ലി പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ കൂട്ടരെ കണ്ട് ഞാൻ എത്രയും വലിച്ചടിച്ചിട്ട് ഈ ISA-മാർക്കുള്ള ഈ ഹെൽമെറ്റിന് ഒന്നും പറ്റിയിട്ടില്ല. ചെറിയ പോറലുകൾ വീണതല്ലാതെ ഇത് പൊട്ടിപ്പോയിട്ടില്ല. നമുക്കൊന്നുകൂടെ അടിച്ചു നോക്കാം. അപ്പോൾ രണ്ടാമത്തെ അടിക്കാം. രണ്ടാമത്തെ അടിക്ക് ഗ്ലാസ് ഊരി പോയിട്ടുണ്ട്, വയസ്സ് ഊരി പോയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വെയിറ്റുള്ള ഹാമർ വെച്ച് അടിച്ചിട്ട് ഇതിന് ചെറിയൊരു പൊട്ടിലാണ് വേണം. അത്രയും നല്ല അടി അടിച്ചിട്ടാണ് ഇത് പൊട്ടിയത്. അപ്പോൾ കൂട്ടുകാരെ നമുക്കിത് തകർത്തേക്കാം. കൂട്ടുകാരെ ഇത്രേ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇതെല്ലാം ഇളകി പോയിട്ടുണ്ട്, സ്പോഞ്ചൊക്കെ ഇളകി വന്നിട്ടുണ്ടെങ്കിലും ഹെഡ് ഇത്രേ പറ്റിയിട്ടുള്ളൂ. സാധാ ഒരു ഹെൽമെറ്റ് മേടിക്കുമായിരുന്നെങ്കിൽ തരിപ്പണമായിപ്പോയി. ഞാൻ അടിച്ചത് കണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പൊട്ടിക്കാൻ നോക്കിയത് കണ്ടല്ലോ, പൊട്ടിയിട്ടില്ല. പാട് വീണതല്ലാതെ ISA-മാർക്കുള്ള ഹെൽമെറ്റുകൾ ആദ്യം പൊട്ടിച്ച് ഹെൽമെറ്റ് പൊട്ടിപ്പോയെങ്കിലും ഈ ഹെൽമെറ്റ് ഇത് ഫുൾ ഫേസ് ഹെൽമെറ്റാണ്, ഇത് പൊട്ടിപ്പോയിട്ടില്ല. പാട് വീണതല്ലാതെ ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഇത്രയും കനമുള്ള ഈ ഹാമർ കൊണ്ട് അടിച്ചിട്ടും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ഹെൽമെറ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം.